നമസ്കാരം. പ്രധാന വാർത്തകൾ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ട്. ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. പെരുമ്പിലാവ് സ്വദേശി ഈച്ചരത്ത് മണ്ടംമറമ്പിൽ അശോകനാണ് മരിച്ചത്. ഡിസംബർ 30-നാണ് വീട്ടിലാരുമില്ലാത്ത സമയത്ത് യുവാവ് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ഭക്തിനിർഭരമായി മേഖലയിലെ ദേവാലയങ്ങളിലെ തിരുനാൾ ആഘോഷങ്ങൾ. പ്രദക്ഷിണം, എഴുന്നള്ളിപ്പുകൾ, വർണ്ണമഴ, ബാൻഡ് വാദ്യ മത്സരം തുടങ്ങി പരിപാടികൾ വർണ്ണാഭം. വാർത്തകൾ വിശദമായി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജയിൽവാസം. ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റിലായ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. വഴിനീളെ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാഹുലിനെ മാവേലിക്കര പ്രത്യേക ജയിലിൽ എത്തിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജയിലിന് മുന്നിലും ശക്തമായ പ്രതിഷേധം ഉയർത്തി. വിദേശത്ത് താമസിക്കുന്ന മലയാളി യുവതിയുടെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത്. നേരത്തെ 2 ബലാത്സംഗ കേസുണ്ടായിരുന്ന രാഹുലിനെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് രഹസ്യ നീക്കത്തിലൂടെയാണ് പിടികൂടിയത്. ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും പുറമെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കലടക്കം ഞെട്ടിക്കുന്നതും സമാന സ്വഭാവത്തിലുള്ളതുമാണ് കുറ്റങ്ങൾ. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള ഗുരുതര പരാമർശമടക്കം അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ 279ാമത് തിരുനാൾ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൂട് തുറക്കൽ ശുശ്രൂഷയോടെയാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് വൈകിട്ട് അമ്പ്, കിരീടം, തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പും സംയുക്തമേളവും വർണ്ണമഴയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പ്രസുതേന്തി വാഴ്ചയും ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു. ഭരണങ്ങാനം MST മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിജോ കോട്ടക്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാളിയേക്കൽ സഹകാർമ്മികനായി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിമ്മി പൊന്നത്ത് SDB കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നഗരവീഥികളെ ഭക്തിസാന്ദ്രമാക്കിയുള്ള തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡ് വാദ്യ മത്സരം എന്നിവയും നടന്നു. തിങ്കളാഴ്ച രാവിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയും വൈകിട്ട് ഗാനമേളയും ഉണ്ടാകും. തിരുനാളിന്റെ 8ാം ഇടം ജനുവരി 18 ഞായറാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ടിങ്കിൾ വാഴപ്പിള്ളി കാർമ്മികനാകും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഇടവക ദിനം, കുടുംബ കൂട്ടായ്മ സംയുക്ത വാർഷികം, ജൂബിലി വർഷ സമാപനം എന്നിവ മെൽബൺ രൂപത എമിരിറ്റസ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും. തിരുനാളിന് മുന്നോടിയായി ജനുവരി 3 മുതൽ 8 വരെ നടന്ന ഒരുക്ക ദിനങ്ങളിലെ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, ഫാദർ ആൻസൺ പന്നകത്തിൽ CST, ഫാദർ വിജു കോലങ്കണ്ണി CMI, ഫാദർ സെബി ചിറ്റാട്ടുകര, ഫാദർ ഡോൺ ഡൊമിനിക് MCBS, ഫാദർ പോൾ ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറം, കൈക്കാരന്മാരായ KL ലോയ്ഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ചെറളയം ഹോളി ചൈൽഡ് സുപ്പീരിയർ സിസ്റ്റർ ബെൻസി CMC, ജനറൽ കൺവീനർമാരായ ജോ പോൾ ആലപ്പാട്ട്, ഷോബി റൊണാൾഡ്, സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. KPSTA ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ആസ്ഥാനമായ KPSTA ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധ്യാപക ദ്രോഹ നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച കേരള സർക്കാർ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വർഷങ്ങളായി ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ.എ. ജോസഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, കെ. ഹരിഗോവിന്ദൻ, കെ.ജി. സുരേഷ് ബാബു, സി.ആർ. ജിജോ, കെ.ജെ. ജലീഷ്, കെ.കെ. ശ്രീകുമാർ, പി.എൻ. ഗോപാലകൃഷ്ണൻ, ടി.യു. ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 8 മുതൽ 12 വരെ നടക്കുന്ന വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന നടന്നു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം തയ്യാറാക്കിയ 70 മീറ്റർ നീളമുള്ള ക്യാൻവാസിൽ കുട്ടികൾ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങൾ സൃഷ്ടികളും കയ്യൊപ്പും ചാർത്തി. പ്രമുഖ ചിത്രകാരനും സിനിമാ പ്രവർത്തകനുമായ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുന്ന ഒരു ഗ്രാമത്തിൽ ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കലാവേദി എന്ന് പറയുന്നത് വളരെ 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 പ്രാധാന്യമുള്ളതാണ്. വാസ്തവത്തിൽ കൂടുതൽ ഗ്രാമങ്ങളിലേക്കും കേരളത്തിലെ മറ്റു പല പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കേണ്ടതാണ്. നാടകോത്സവം ചെയർപേഴ്സൺ പി. കൃഷ്ണദാസ് അധ്യക്ഷനായി. ജനറൽ കൺവീനർ M.N. സോമനാഥൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൺവീനർ ശർമാജി, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, ചിത്രകാരൻ ജ്യോതിരാജ് മായമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ ചിത്രകാരന്മാരായ ജോൺസൺ നമ്പഴിക്കാട്, ശരത്ത്, VV വിഷ്ണു, KK മോഹനൻ, വാണി കണ്ടാണശ്ശേരി, സുർജിത്ത് കൃഷ്ണ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ചിത്രകലാകാരനുമായ ജലീൽ ആദൂർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് സെക്രട്ടറിയും സോഷ്യൽ മീഡിയ ആർട്ടിസ്റ്റുമായ KR രാധിക, ഷോർട്ട് ഫിലിം മ്യൂസിക് ആൽബം ആർട്ടിസ്റ്റ് ഷിഫ്ന ഷെറിൻ തുടങ്ങി 100 കണക്കിന് പേർ ചിത്രരചനയിൽ പങ്കാളികളായി. വേലൂരിലെ ഗായകരുടെ പാട്ടുകളും സൈക്കിൾ ഫ്രാൻസിസിന്റെ ഗ്രാംഫോൺ ഷോയും ഉണ്ടായിരുന്നു. മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പെരുമ്പിലാവ് സ്വദേശിയായ യുവാവ് മരിച്ചു. ഈച്ചരത്ത് മണ്ണമ്പറമ്പിൽ വീട്ടിൽ ടിങ്കുവിന്റെ മകൻ 38 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഡിസംബർ 30 വൈകിട്ട് 4 മണിയോടെ വീട്ടിൽ വെച്ചാണ് യുവാവ് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. കൂലിപ്പണിക്കാരനും അവിവാഹിതനുമായ യുവാവ് ചേട്ടന്റെയും അമ്മയുടെയും കൂടെ പെരുമ്പിലാവിലെ വീട്ടിലാണ് താമസം. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഏതാനും വർഷങ്ങളായി യുവാവ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായും പറയുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് സംസ്കാരം നടത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കുകയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വെഞ്ചരിച്ച് കൈമാറലും നടന്നു. ദേവാലയത്തിൽ നിന്നും കൈമാറിയ അമ്പ് കുടുംബ കൂട്ടായ്മകളിലെ വീടുകളിലേക്ക് എഴുന്നള്ളിച്ചു. ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30 ഉച്ചതിരിഞ്ഞ് 5:30 ഇടവക ദേവാലയത്തിൽ ദിവ്യബലിയുമുണ്ടായി. രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പൂമല പള്ളി വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികനായി. മനക്കൊടി സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങത്തേരി തിരുനാൾ സന്ദേശം നൽകി. ഇടവകാംഗം ഫാദർ മെഫിൻ കണനായ്ക്കൽ സഹകാർമ്മികനായി. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപങ്ങൾ എഴുന്നള്ളിച്ച് ദേവാലയം ചുറ്റി ഭക്തി നിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിലും ചാലിശ്ശേരിയിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി. ഇടവക വൈദികർ, വിശ്വാസികൾ എന്നിവരെ കണ്ടുമുട്ടിയ ഇരുവരും പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യാക്കോബായ, തൊഴിയൂർ, CSI, മർത്തോമ, ഓർത്തഡോക്സ് തുടങ്ങി വിവിധ പള്ളികളിലെ വികാരിമാർ, ഭരണസമിതി അംഗങ്ങളുമായി വികസന ആവശ്യങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ എന്നിവരെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിന്ന മഹാരുദ്രയജ്ഞം സമാപിച്ചു. ശൈവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ പരിപാവനമായ വസോദ്ധാരയോടെയാണ് യജ്ഞം സമാപിച്ചത്. യജ്ഞപുണ്യം നുകരാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. 11 വെള്ളിക്കലശകുടങ്ങളിൽ എണ്ണ, പഞ്ചാമൃതം, പഞ്ചഗവ്യം, നെയ്യ്, പാൽ, തൈര്, തേൻ, കരിമ്പിന്നീര്, ചെറുനാരങ്ങനീര്, ഇളനീർ, അഷ്ടഗന്ധജലം എന്നിവ ശ്രീരുദ്രമന്ത്രജപത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു രുദ്രാഭിഷേകം. 11 ദിവസങ്ങളിലായി 121 കലശകുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. ധാരമുറിയാതെ ഹോമകുണ്ഡത്തിലേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഹോമിച്ച് വസോർധാര ഭക്തിസാന്ദ്രമാക്കി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. മഹാദേവന്റെ കലശാഭിഷേകം ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. നാഗക്കാവിലെ നാഗപ്പാട്ട്, നാവോർപ്പാട്ട്, സർപ്പബലി എന്നിവയ്ക്കും ഇതോടെ സമാപനമായി. ഗുരുവായൂർ ഗോപന്മാരാരും സംഘവും അവതരിപ്പിച്ച ആൽത്തറമേളം, ശ്രീരാം ഓങ്ങല്ലൂരിൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി എന്നിവയോടെ സാംസ്കാരിക പരിപാടികൾക്കും തിരശ്ശീല വീണു. മഹാരുദ്രയജ്ഞത്തിൻ്റെ സമാപനം കുറിച്ചു നടന്ന പ്രസാദകൂട്ടിൽ 3000-ഓളം ഭക്തർ പങ്കെടുത്തു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച അഭിനയ പരിശീലന പരിപാടിയായ ഭാവരസയുടെ 3ാം ഭാഗം ജനുവരി 15-ന് കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കും. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 25ഓളം നാടക പരിശീലന ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ 3ാം ഭാഗം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത നാടക സംഘമായ ജോ ആക്ട്, കൂനമുച്ചി കല എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. ഭാവരസ ചാപ്റ്റർ 3 അഭിനയ പരിശീലന ക്യാമ്പിന് ലോകപ്രശസ്ത നാടക പ്രവർത്തകനായ യുജിനോ ബാർബയുടെ ശിഷ്യരായ ജോസഫ് ജോൺ, ടോഫ് ഏന്യ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന അഭിനയ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 99 95 54 34 00 70 34 82 55 59 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6:30-ന് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചു. വൈകിട്ട് 7-ന് വേസ്പര, കൂടുതുറക്കൽ എന്നീ കർമ്മങ്ങളുമുണ്ടായി. രാത്രി 10 മണിയോടെ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് വർണ്ണമഴയും ഫ്യൂഷൻ സംഗീത നിശയും അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികനായി. ഫാമിലി അപ്പസ്തോലേറ്റ് ഫാദർ ടിങ്കിൾ വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾ വർണ്ണക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 6:30-ന് പോപ്പ് പോൾ മേഴ്സി ഹോം അവതരിപ്പിക്കുന്ന എബിൾ ഏഞ്ചൽ ഷോ അരങ്ങേറും. രാത്രി 10:30-ന് അമ്പെഴുന്നള്ളിപ്പിന്റെ സമാപനവും നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, സൈമൺ വടക്കൂട്ട്, ആൽബിൻ ആന്റോ, ജനറൽ കൺവീനർ പോൾ ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന കലോത്സവത്തിൽ കലവറ നിറയ്ക്കാൻ പുന്നേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും പച്ചക്കറി വണ്ടി തൃശൂരിലേക്ക് പുറപ്പെട്ടു. സ്കൂൾ പ്രധാന അധ്യാപകൻ KN മനോഹിത് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിച്ച 1000 കിലോയിലധികം വരുന്ന പച്ചക്കറികളാണ് വണ്ടിയുമായി പുറപ്പെട്ടത്. അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി.
വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി മുദ്രകുത്തിയതിൽ SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പ്രതിഷേധിച്ചു. യോഗം ജനറൽ സെക്രട്ടറിക്ക് മധ്യമേഖലാ നേതൃത്വ യോഗം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. SNDP നേതൃത്വത്തെ അവഹേളിക്കുന്നവരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിച്ചു. ഗുരുദേവ പ്രഭാഷകൻ PP സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടപ്പടി ശാഖാ പ്രസിഡന്റ് PP പ്രമോദ്, ഷീബ സുനിൽ, PP സുനിൽകുമാർ, MA ചന്ദ്രൻ, MS വിമലാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിൽ പരിശുദ്ധ മേരി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുകൂടി തുടക്കമായി. ഞായറാഴ്ച നടന്ന ആഘോഷപൂർവ്വമായ വിശുദ്ധ കുർബാനയ്ക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസുദേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ്, വളപ്രദക്ഷിണം എന്നിവ ഭക്തിസാന്ദ്രമായി. തുടർച്ചയായ 15ാം വർഷവും നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണോദ്ഘാടനം ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. നിർധനരായ കുടുംബങ്ങൾക്കുള്ള അരി വിതരണവും 1 വർഷത്തേക്കുള്ള മെഡിസിൻ കിറ്റുകളുമാണ് അർഹരായവർക്ക് നൽകിയത്. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഫാദർ സാജൻ വടക്കൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശവും നൽകും. വൈകിട്ട് 5-ന് ലതീഞ്ഞ് നൊവേന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് 7 മണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കും. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജനറൽ കൺവീനർ ജെയിംസ് വടക്കൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം കണ്ടാണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നടന്നു. KK കേശവൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് V സത്യൻ അധ്യക്ഷനായി. CPM കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, കർഷക സംഘം മേഖലാ സെക്രട്ടറി VK ദാസൻ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ നിമീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ ധനൻ, സഫൂറ അസീസ്, വിനു ജോൺസൺ, KT മനോജ് എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 17, 18 തീയതികളിലായാണ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6:15-ന് ഇടവക വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തുടർന്നാണ് തിരുനാൾ ആഘോഷത്തിന് നാന്ദി കുറിച്ച് കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവ നടക്കും. ജനുവരി 17 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് പ്രസുദേന്തി വാഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ചുവെക്കലും നടക്കും. തിരുനാൾ ദിവസമായ ജനുവരി 18 ഞായറാഴ്ച രാവിലെ 6:15-ന് ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും 9:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി 11 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ CJ വിൻസൺ മാസ്റ്റർ, തോമസ് ടോമി, ജോബ് കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ആന്റോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും വ്യാപാരികളുടെ സമുന്നത നേതാവുമായിരുന്ന CM ജോർജിനെ അനുസ്മരിച്ചു. ചിറക്കൽ സെന്ററിൽ കാരുണ്യ സ്മൃതി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ഭാരവാഹികൾ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ജനറൽ സെക്രട്ടറി PI മോൺസന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗം യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ അനിൽ P മാത്യു, വൈസ് പ്രസിഡന്റ് KC ജോസ്, ജോയിന്റ് സെക്രട്ടറി PM സ്കറിയാച്ചൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ തനതായ സംരംഭകത്വ മികവുമായി ശ്രദ്ധ നേടുകയാണ് ഈവ് സേതൻ യൂണിറ്റ്. വെറും 2 കിലോ തേയില വാങ്ങി പൊടിച്ച് പാക്ക് ചെയ്ത് വിപണനം ആരംഭിച്ച ടിന ബിനോയ് എന്ന സംരംഭക ഇന്ന് പ്രതിമാസം 350 കിലോയോളം ചായപ്പൊടിയാണ് വിപണിയിലെത്തിക്കുന്നത്. കൊച്ചി വെസ്റ്റ് CDSലെ ലക്ഷ്യ അയൽക്കൂട്ടമംഗമായ ടിനയുടെ കഠിനാധ്വാനത്തിന്റെ കഥ കൂടിയാണ് ഈ സംരംഭം. ഗുണമേന്മയുള്ള തേയിലയ്ക്കും കാപ്പിപ്പൊടിക്കുമായി മൂന്നാർ, നീലഗിരി എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടാണ് തേയില എത്തിക്കുന്നത്. കാപ്പിക്കുരു വയനാട്, ചിക്മംഗളൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്നു.
നിലവിൽ സ്വന്തമായി മെഷീനുകൾ ഒന്നുമില്ലാത്തതിനാൽ പുറത്തുനിന്നുള്ള മെഷീനറികളെ ആശ്രയിച്ചാണ് ഇവ പൊടിച്ച് പാക്കറ്റുകളിലാക്കുന്നത്. ഭാവിയിൽ സ്വന്തമായി മെഷീനുകൾ വാങ്ങി പാക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാണ് ഈവ്സ് ഏദൻ യൂണിറ്റിന്റെ ലക്ഷ്യം. ഇതിനോടകം തന്നെ നാട്ടിലും വിദേശത്തുമുള്ള മലയാളികൾക്കിടയിൽ ടിനയുടെ ചായപ്പൊടിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. സാധാരണ ചായപ്പൊടിക്ക് പുറമെ ഏലം, കറുവപ്പട്ട, മസാല തുടങ്ങിയ വിവിധ ഫ്ലേവറുകളിലുള്ള ചായപ്പൊടിയും ഗ്രീൻ ടീയും ഇവിടെ ലഭ്യമാണ്. ചായപ്പൊടി 50 രൂപ മുതലും കാപ്പിപ്പൊടി 80 രൂപ മുതലുമാണ് വിൽക്കുന്നത്. ബ്രാൻഡാണ്. ഒരു 4-5 ടൈപ്പ്, നമുക്ക് ടീ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഡസ്റ്റ് ഉണ്ട്, ഗ്രാനുൾസ് ഉണ്ട്, ലീവ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ മസാല ടീ ഉണ്ട്, കാർഡമം ടീ ഉണ്ട്, കാർഡമം സിനമൺ ടീ ഉണ്ട്. പിന്നെ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഉള്ളത് കോഫിയുടെ ഒരു 2 വെറൈറ്റിയാണ്, അറബിക്ക, റോബസ്റ്റ. അതിൻ്റെ പ്യുവറും ഉണ്ട്, അതിൻ്റെ പ്യുവർ ബീൻസും ഉണ്ട്, പ്യുവർ പൗഡറും ഉണ്ട്. പാത്രമംഗലം ശ്രീ മാരിയമ്മൻ കോവിലിലെ പൂജ മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ശുദ്ധികലശം, നാഗപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പുതുമന വല്ലഭൻ നമ്പൂതിരി കാർമ്മികനായി. വൈകിട്ട് 3 വിശേഷാൽ പൂജകൾ. 7 പാത്രമംഗലം കേച്ചേരിപ്പുഴയിൽ നിന്നും ഉടുക്കുവാദ്യവും സത്യകുംഭം, ഏഴുനിലക്കരകം, വേപ്പിലക്കരകം, തീപ്പന്തം എന്നിവയോടുകൂടി ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ ഇളനീർ പൂജ, വലിയ പൂജ, സുബ്രഹ്മണ്യ പൂജ, കുട്ടികൾക്ക് ചോറൂൺ വഴിപാടും നടന്നു. ചടങ്ങുകൾക്ക് പുറമണ്ണൂർ കുട്ടൻ കാർമ്മികനായി. ഉടുക്കുവാദ്യത്തിൽ കൊണ്ടല്ലൂർ കുഞ്ഞപ്പനും മങ്ങാട് കുട്ടനും സംഘവും, എഴുനിലക്കരകത്തിൽ നെല്ലുവായി രാജനും സംഘവും, പന്തത്തിന് മനിശ്ശേരി ചാമിക്കുട്ടനും സംഘവും പങ്കെടുത്തു. പൂജയോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. പാത്രമംഗലം മാരിയമ്മൻ കോവിൽ കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം നടത്തി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾ കൊയ്തെടുത്ത കതിർക്കറ്റകൾ തലയിലേന്തിയും മുതിർന്നവർ വിളവെടുത്ത ബലക്കൂടയും ദേവാലയത്തിൽ സമർപ്പിച്ചു. തുടർന്ന് ഇടവക വികാരി ഫാദർ അനു ഉമ്മൻ ആദ്യ വലലേലം വിളി നടത്തി. ഇടവകാംഗം ചെറുവത്തൂർ ബാബു 25,000 രൂപയ്ക്ക് ലേലം കരസ്ഥമാക്കി. തുടർന്ന് ദേവാലയത്തിലേക്ക് നേർച്ച കാഴ്ചകളായി വിശ്വാസികൾ സമർപ്പിച്ച വിവിധ വസ്തുക്കളുടെയും ലേലം വിളി നടന്നു. ലേലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിതരണം നടത്തിയ കൂപ്പണിലൂടെയുള്ള നറുക്കെടുപ്പിൽ സമ്മാനങ്ങളുടെ വിതരണവും ഉണ്ടായി. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി ദേവാലയ മുറ്റത്ത് പലതരം സ്റ്റാളുകളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് ജനപ്രതിനിധികളും എത്തിയിരുന്നു. മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും ഇത് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി കൊയ്ത്തുത്സവമാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പെരുമയും തനിമയും നിലനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും അതിഗംഭീരമായി നടത്തപ്പെടുന്ന ഈ കൊയ്ത്തുത്സവത്തിന് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൊയ്ത്തുത്സവത്തിന് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചെറിയാൻ വർഗീസ്, പള്ളി ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ജസ്റ്റിൻ മാത്യു പോൾ, സെക്രട്ടറി വർഗീസ് തമ്പി, ജോയിന്റ് ട്രഷറർ വർഗീസ് ജോർജ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. CITU വേലൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കൺവെൻഷൻ വേലൂർ ഗ്രാമകം അക്കാദമി ഹാളിൽ നടന്നു. CITU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ബസന്തലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി പഞ്ചായത്ത് ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ VK വാസുദേവൻ, KL ഉണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി സുഭാഷ് തണ്ടിലം കൺവീനർ, അബ്ദുൾ റഷീദിനെ ചെയർമാനായും തെരഞ്ഞെടുത്തു. 26 അംഗ പഞ്ചായത്ത് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പെലക്കാട്ടുപയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളിയിലെ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് കുരിശുപള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പള്ളിയിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിന് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ച വിതരണം ഉണ്ടായി. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കൊടിയും സ്ലീബായും കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിച്ച് ദേശം ചുറ്റി സമാപിക്കും. തുടർന്ന് ആശീർവാദവും നേർച്ച വിതരണവും ഉണ്ടാകും. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈസ്ഥാനി PK പ്രജോദ്, പ്രാദേശിക മെമ്പർ KP ബാബു, കൺവീനർ CC വർഗീസ് എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകും. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പാരന്റ്സ് പലൂസ എന്ന പേരിൽ കലാകായിക മത്സരങ്ങൾ നടത്തി. ബഥനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അഷ്റഫ് പേങ്ങാട്ടയിൽ പാരന്റ്സ് പലൂസ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾക്ക് അവരുടെ സർഗശേഷികൾ പ്രകടിപ്പിക്കാനും കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം കലോത്സവങ്ങൾ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് K കേശവദാസ്, PTA വൈസ് പ്രസിഡന്റ് ദീപ രാജേഷ്, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി എന്നിവർ സംസാരിച്ചു. പാരന്റ്സ് സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ ബെഞ്ചമിൻ OIC
സ്കൂൾ പതാക ഉയർത്തുകയും ഒളിമ്പിക് ദീപശിഖ തെളിയിക്കുകയും ചെയ്തു. കായിക അധ്യാപകനായ സനൂപ് സാമുവൽ ഫ്ളാഗ് സല്യൂട്ട് ചെയ്തു. ഏറെ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് രക്ഷിതാക്കൾ പരിപാടികളിൽ പങ്കെടുത്തത്. വിവിധ മത്സര ഇനങ്ങളിൽ വിജയികളായവരെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. അധ്യാപകരായ ജെസി വർഗീസ്, സൗമ്യ സക്കറിയ, ബെനീറ്റ ചാർലി എന്നിവർ നേതൃത്വം നൽകി. ഐരൂർ സുബ്രഹ്മണ്യൻ രചിച്ച മടിയാളി എന്ന 81 മിനി കഥകളുടെ സമാഹാരം എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിനേത്രി അശ്വതി സുധിക്ക് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു. കവി ഷൌക്കത്ത് അലി ഖാൻ അധ്യക്ഷനായിരുന്നു. പെരുമ്പടപ്പ് ഐരൂർ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സ്മിത ദാസ് പുസ്തകാവലോകനം നടത്തി. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ, വാർഡ് മെമ്പർ റിസ്വാന സഫ, ഉമ്മർ അറയ്ക്കൽ, ഷീബ ദിനേശ്, ശശി മാസ്റ്റർ, താജിഷ് ചേക്കോട്, യശോദ മുരളി, ആർട്ടിസ്റ്റ് വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് മറുപടി പ്രസംഗം നടത്തി. സുബ്രഹ്മണ്യൻ്റെ കഥകൾക്കുള്ള ഒരു സവിശേഷത, ഏത് പാമരനും കഷ്ടിച്ചു മലയാളം വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും സുബ്രഹ്മണ്യൻ്റെ കഥ വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് കഥ പരിചയപ്പെടുത്തുന്നുണ്ട് കഥ അല്ലേ, അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും കഥ മനസ്സിലാവും. ജീവിതമാണ് സുബ്രഹ്മണ്യൻ എഴുതുന്നത്. ജീവിതം വെറുതെ എഴുതിയാൽ കഥയാവില്ല. സർഗാത്മകത എന്നത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ രേഖപ്പെടുത്തലാണ്. നമ്മൾ മറന്നു പോകുന്ന ചിലതിനെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ കഥ എന്ന് പറഞ്ഞാൽ എന്താ, കഥയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ഒരാളെന്നാണ്. അല്ലെ, കഥയില്ലാത്ത ആളായി എന്ന് പറഞ്ഞാൽ അയാളൊരു കഥയില്ലാത്തവരാന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ആളാണെന്നാണ് അർത്ഥം. പണ്ട് നമ്മൾ തൃശൂർ HNC ബുക്സ് പുറത്തിറക്കിയ റഫീഖ് പട്ടേരിയുടെ പിതാവും പുത്രനും എന്ന നോവലിനെ ആസ്പദമാക്കി ഓക്സിജൻ ബുക്സും അക്ഷര കൗതുകം ഓൺലൈനും ചേർന്ന് സംഘടിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് മത്സരത്തിലെ വിജയികളെ അനുമോദിച്ചു. തൃശൂർ ഹൈറോഡിലുള്ള HNC പബ്ലിഷിംഗ് ഹൗസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ വർഗീസ് സമ്മാന വിതരണം നിർവഹിച്ചു. ജാബിർ മിസ്ബാഹി അധ്യക്ഷത വഹിച്ചു. സാഹിത്യാസ്വാദനവും വിമർശന വായനയും എന്ന വിഷയത്തിൽ നോവലിസ്റ്റ് റഫീഖ് പട്ടേരി സദസ്സുമായി സംവദിച്ചു. ഷെബീർ, മണികണ്ഠൻ, യൂനുസ്, ജിഗീഷ്, ആനന്ദൻ, മാജിദ തുടങ്ങിയവർ പങ്കെടുത്തു. മുജീബ് K പട്ടേൽ സ്വാഗതവും സജീവ് നന്ദിയും പറഞ്ഞു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ട്. ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. പെരുമ്പിലാവ് സ്വദേശി ഈച്ചരത്ത് മണ്ണമ്പറമ്പിൽ അശോകനാണ് മരിച്ചത്. ഡിസംബർ 30-നാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യുവാവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ഭക്തിനിർഭരമായി മേഖലയിലെ ദേവാലയങ്ങളിലെ തിരുനാൾ ആഘോഷങ്ങൾ. പ്രദക്ഷിണം, എഴുന്നള്ളിപ്പുകൾ, വർണ്ണമഴ, ബാൻഡ് വാദ്യ മത്സരം തുടങ്ങി പരിപാടികൾ വർണ്ണാഭം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.